ഇപ്പോൾ ഗവർണറുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എസ്എഫ്ഐയുടെ മാർച്ചിൽ ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള അടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുബഷിർ പി അക്ബറുണ്ട്. മുബഷിർ, ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണല്ലോ. മുബഷിർ പി അക്ബർ, സംഘർഷത്തിലേക്ക് പോയോ കാര്യങ്ങൾ? സാഹചര്യം തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയിലുള്ളത്. സുജയ പാർവതി, അല്പസമയം മുമ്പാണ് എസ്എഫ്ഐയുടെ വലിയ ഒരു പ്രതിഷേധവുമായി പ്രവർത്തകർ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്. വിസിയുടെ ഈ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എസ്എഫ്ഐ പ്രവർത്തകരെത്തിയത്. പോലീസ് ഇവിടെ വെച്ച് പ്രവർത്തകരെ തടഞ്ഞു. പോലീസിന്റെ ഈ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് വിസിയുടെ കാര്യാലയത്തിലേക്ക് കയറാനുള്ള ശ്രമമാണ് പോലീസ് എതിർത്തിരിക്കുന്നത്. പോലീസുമായി പ്രവർത്തകർ ഇപ്പോൾ ഉന്തും തള്ളും ഏർപ്പെടുന്ന കാഴ്ചയാണ്. സംഘർഷ സാധ്യത തന്നെയാണ്, പക്ഷേ ലാത്തിവീശാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തകരൊക്കെ തന്നെ പോലീസിന്റെ ബാരിക്കേഡിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് അതിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ്എഫ്ഐ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല കൂടാതെ MG, അതുപോലെ തന്നെ കേരള സർവകലാശാല, കണ്ണൂർ സർവകലാശാലയിൽ ഉൾപ്പെടെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് നടക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ വലിയൊരു പ്രതിഷേധം തന്നെ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രവർത്തകർ ഇപ്പോഴും പോലീസുമായി ഉന്തും തള്ളുമായിട്ടുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പോലീസ് ഇപ്പോൾ പ്രവർത്തകർക്കെതിരെ ലാത്തി വീശിയിട്ടുണ്ട്. സംഘർഷം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. പോലീസിനെ മറികടന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ടാണ് അതിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നത്. ഏകദേശം 500-നടുത്ത് എസ്എഫ്ഐയുടെ പ്രവർത്തകർ തന്നെ, 4 ജില്ലകളിൽ നിന്നുള്ള എസ്എഫ്ഐയുടെ പ്രവർത്തകർ തന്നെ ഈ ഒരു പ്രതിഷേധത്തിനെത്തിയിട്ടുണ്ട്. വലിയ ഒരു സംഘർഷം തന്നെ ഒരു മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ പോലീസിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ പ്രവർത്തകർക്ക് അനുസരിച്ചുള്ള ഒരു പോലീസ് സന്നാഹം ഈ ഒരു മേഖലയിൽ ഇല്ല എന്ന് വേണം പറയാം. അതുകൊണ്ടുകൂടിയായിരിക്കാം പ്രവർത്തകർ ഈ രീതിയിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. എസ്എഫ്ഐയുടെ ഒരു പ്രവർത്തകൻ പോലീസിന്റെ വസ്ത്രം പിടിച്ചു വലിക്കുന്ന കാഴ്ച. ആ രീതിയിൽ എസ്എഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. സുജയ പാർവതി, പോലീസിന് എസ്എഫ്ഐ പ്രവർത്തകരെ പ്രതിരോധിക്കാൻ കഴിയാതെ അവർ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുന്ന സാഹചര്യം. ലാത്തി വീശാൻ ഇപ്പോഴും നിർദ്ദേശം നൽകിയിട്ടില്ല. പോലീസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ വിഷയം കൂടാതെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലെ വിവിധ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് എസ്എഫ്ഐ ഇത്തരം പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും 500-ലധികം എസ്എഫ്ഐയുടെ പ്രവർത്തകർ അണിനിരക്കുന്ന കാഴ്ചയാണ്. പോലീസിനെ അത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് വളരെ സംയമനത്തോടെ തന്നെ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ അതിന് തയ്യാറാകുന്നില്ല. അവർ ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് അതിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭാരതാംബ വിവാദം ഉൾപ്പെടെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് എസ്എഫ്ഐ ഇന്ന് സംസ്ഥാന വ്യാപകമായി സർവകലാശാലകളിലേക്ക് ഇത്തരമൊരു സമരം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പങ്കാളിത്തത്തോടുകൂടിയുള്ള സമരം തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ ഒരു സമയത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിരവധി പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ നിന്നും ഇതിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പതാക ഏന്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് വിസിയുടെ ചേംബറിലേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തതിന് സുരക്ഷയുടെ ഭാഗമായി നേരത്തെ തന്നെ വിസിയെ ഈ ഒരു ഭാഗത്തു നിന്നും പോലീസ് മാറ്റിയിരുന്നു. വിസി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ചേംബറിനുള്ളിലേക്ക് പ്രവേശിച്ച് തന്നെ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുൻപിലെത്തി തങ്ങളുടെ ആവശ്യം ഉന്നയിക്കണമെന്നുള്ളതാണ് എസ്എഫ്ഐയുടെ ആവശ്യം. പക്ഷേ പോലീസ് അതിനെ അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ രീതിയിൽ തന്നെ ആ സംഘർഷം വഴിമാറുന്ന കാഴ്ചയാണ്. ഈ സർവകലാശാല വിസിയുടെ ചേംബറിന്റെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് അതിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ല കൂടാതെ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള എസ്എഫ്ഐ പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധത്തിൽ അണിനിരക്കുന്നു. ഒരുപക്ഷെ സമീപകാലത്ത് സർവകലാശാലയിൽ എസ്എഫ്ഐ സംഘടിപ്പിച്ച വലിയ ഒരു പ്രതിഷേധ ജ്വാലയായി ഈ ഒരു പ്രതിഷേധം, പ്രക്ഷോഭം മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും ഗവർണർക്കെതിരെ വലിയ പ്രക്ഷോഭം തന്നെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ ബഷീർ? അതിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ പൂർണ്ണമായിട്ടും തടഞ്ഞിട്ടുണ്ട്. പോലീസ് വാതിലുകളൊക്കെ തന്നെ ഭദ്രമായിട്ട് പൂട്ടിയിട്ടുണ്ട്. അതിന് മുൻപിൽ ചെറിയ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്.
പക്ഷെ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ആ ഗ്രില്ലിന് മുൻപിൽ നിന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് വിസിയുടെ ചേംബറിന് മുന്നിലെത്തി അദ്ദേഹത്തോട് തങ്ങളുടെ ആവശ്യം പറയണം. നിലവിൽ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കണം. അതോടൊപ്പം തന്നെ സർവകലാശാലയിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള നേരത്തെ ഒരു KSU നേതാവിന്റെ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നിലവിലുള്ള പലതരത്തിലുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിദ്യാർത്ഥി വിഭാഗം നേരിടുന്ന ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടെ ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആ ഒരു ആവശ്യങ്ങൾ വിസിയുടെ മുന്നിൽ നേരിട്ടെത്തിക്കൊണ്ട് തന്നെ ഉന്നയിക്കണം. അത് എപ്പോൾ നടപ്പിലാക്കപ്പെടുന്ന കാര്യത്തിൽ തങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം കൂടിയായി ഇവിടുത്തെ ഒരു SFIയുടെ പ്രതിഷേധം മാറുന്നു, വലിയൊരു പ്രതിഷേധമായി മാറുന്നു എന്നുള്ളതാണ് സുജയ പാർവതി. ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചു നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പതാകയൊക്കെ തന്നെ ആ ഒരു ഓഫീസിനുള്ളിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. SFIയുടെ ഒരു പ്രവർത്തകൻ ഇപ്പോൾ DYSPയുമായി സംസാരിക്കുന്ന കാഴ്ച. അദ്ദേഹത്തിന്റെ വസ്ത്രം ഉൾപ്പെടെ കീറിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിനിടയിൽ പോലീസുമായിട്ടുള്ള ഉന്തും തള്ളിനും ഇടയിൽപ്പെട്ട അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെ പല ഭാഗങ്ങളിലായി പ്രവർത്തകർ പോലീസിനോട് സംസാരിച്ച് പോലീസ് അതിന് അനുവാദം കൊടുക്കാതെ വരുന്നതോടുകൂടി പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് അതിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ DYSPയുമായി SFIയുടെ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ പ്രവർത്തകർ പോലീസിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ഗവർണർ നേരത്തെ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും അപ്പുറത്തുള്ള രീതിയിൽ ഇവിടെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാനാണ് സർവകലാശാലകൾ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് SFI ചൂണ്ടിക്കാണിക്കുന്നത്. അതിലേക്ക് വഴിവെച്ചിട്ടുള്ള ഭാരതാംബ വിവാദം ഉൾപ്പെടെ SFI നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന സർവകലാശാലകളിലേക്ക് നടക്കുന്നത്. കണ്ണൂർ, കാലിക്കറ്റ് സർവകലാശാലകളിലാണ് പ്രതിഷേധം. കാലിക്കറ്റ് സർവകലാശാലയിൽ VCയുടെ ചേംബറിന്റെ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് സ്ക്രീനിന്റെ വലതുഭാഗത്ത് നമ്മൾ കാണുന്നത് കണ്ണൂർ സർവകലാശാലയിലേക്കുള്ള പ്രതിഷേധമാണ്. ഭരണഘടനയാണ് നമുക്ക് വലുത് എന്ന് ഉയർത്തിക്കാട്ടിയുള്ള പ്ലക്കാർഡും പിടിച്ചുകൊണ്ടാണ് പ്ലക്കാർഡ് ബാരിക്കേഡിന് മുകളിൽ സ്ഥാപിക്കാനായി ഇപ്പോൾ ശ്രമിക്കുകയാണ് SFI പ്രവർത്തകർ. ആ പ്രതിഷേധവും നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഈ രണ്ടിടങ്ങളിലും വലിയ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിട്ടുണ്ട്. മുദ്രാവാക്യം വിളികളും ഉയർന്നു. മുബഷിർ പി അക്ബർ, SFIയുടെ പ്രതിഷേധം ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂരിലും നടക്കുകയാണ്. തീർച്ചയായും കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിൽ MG സർവകലാശാലയിലും അതോടൊപ്പം തന്നെ കേരള സർവകലാശാല ഉൾപ്പെടുന്ന 4 ഇടങ്ങളിലാണ് SFI ഇത്തരം